ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു നന്നാറി സർബത്ത് ഉണ്ടാക്കുന്നത്. അതിന് ഒരു വലിയ കപ്പിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നാറി സർബത്ത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വേണം നമുക്ക്. പിന്നെ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം. കുറച്ച് ഐസ് ക്യൂബ്സ്, കുറച്ച് ഏലക്കാപ്പൊടി. നമുക്ക് നന്നാറി സർബത്ത് തയ്യാറാക്കാം. ഞാൻ ഇവിടെ പാലൊഴിക്കുന്നുണ്ട്. രണ്ട് ഗ്ലാസ്സിലും പാലൊഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നാറി സർബത്ത് ഇതിലേക്ക് ഒഴിക്കാം. നന്നാറി സർബത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായത് ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂൺ കണക്കിട്ടാണ് ഒഴിച്ചത്. നമുക്ക് മധുരം അധികം വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഞങ്ങൾക്ക് ഇവിടെ അത്ര മധുരം വേണ്ട, കുറച്ചാണ് മധുരം ചേർത്തത്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം. നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം. കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, ചെറിയൊരു ഫ്ലേവറിന്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മധുരം ചെക്ക് ചെയ്ത്, മധുരം കുറച്ചും കൂടെ വേണ്ടി വരും. ഇനി ലേശം കൂടി നന്നാറി സർബത്ത് ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഇതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല തിളപ്പിച്ച് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തണുത്ത വെള്ളം, ഐസ് ക്യൂബ്സും, നന്നാറി സർബത്തും, കുറച്ച് ഫ്ലേവറിന് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ അതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ്. നമുക്ക് നല്ലൊരു ഉഷ്ണകാലത്തെല്ലാം ദാഹിച്ച് വരുമ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് ക്ഷീണവും ദാഹവും എല്ലാം തീരുന്ന മാതിരിയാണ്. ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒന്നെങ്കിൽ രാവിലെ തണുപ്പിക്കാൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ തലേന്ന് തിളപ്പിച്ച് നമ്മൾ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. പിറ്റേന്ന് എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഐഡിയ പോലെ. ഞാനിത് രാവിലെ തണുപ്പിച്ച പാലാണ്, അതുകൊണ്ട് തയ്യാറാക്കിയതാണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.